നമസ്കാരം. രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതിന് പിന്നാലെ ട്രംപിന്റെ നിലപാടുകളും പ്രസ്താവനകളും സൂചിപ്പിക്കുന്നത് ട്രംപിന് കാര്യമായ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. എത്രയോ മണ്ടൻ തീരുമാനങ്ങൾ, വെറും മണ്ടൻ തീരുമാനങ്ങളല്ല, തിരുമണ്ടൻ തീരുമാനങ്ങളാണ് ട്രംപ് ഓരോ ദിവസവും എടുക്കുന്നതും അതേക്കുറിച്ച് ലോകത്തോട് പറയുന്നതും. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി അദ്ദേഹം തന്റെ ഒരു സോഷ്യൽ മീഡിയ പേജിൽ ഇന്ത്യക്ക് ഒരു ഭീഷണി കുറിച്ചിരിക്കുന്നു. ഇന്ത്യ റഷ്യയുമായി വ്യാപാര ബന്ധം, എണ്ണ വ്യാപാരം നടത്തരുത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നു, അത് പൊതുവിപണിയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു, ഇന്ത്യ ലാഭം ഉണ്ടാക്കുന്നു. ഈ കണ്ടുപിടുത്തമാണ് അമേരിക്കൻ പ്രസിഡന്റ്. എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണോ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്? അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ആൾക്ക് ഒട്ടും നിരക്കാത്ത തരത്തിലുള്ള വെറും കോമാളിയായി മാറിയിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ആശംസിച്ചു. ഇന്ത്യയുമായി അടുത്ത ബന്ധമാണെന്ന് പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയുമായി ചർച്ച നടന്നു. നരേന്ദ്രമോദി അമേരിക്കയിലെത്തി ട്രംപിനെ കണ്ടു. അതിന് പിന്നാലെ ഇന്ത്യക്ക് വലിയ പിന്തുണ അമേരിക്ക അറിയിച്ചു. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും ഇന്ത്യയുടെ വിദേശ നയങ്ങളിലും അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ കൃത്യമായി പ്രതികരിക്കുക തന്നെ ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, പാകിസ്ഥാനിലെ 11 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ, ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ അമേരിക്ക പലതവണ ഇന്ത്യയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ശശി തരൂർ തന്നെ ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ പോലും ഇന്ത്യയെ ബന്ധപ്പെട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ചിലപ്പോൾ പാകിസ്ഥാനെ ബന്ധപ്പെട്ട് കാണും. എന്നാൽ അമേരിക്ക ഇന്ത്യയെ വിളിക്കുകയോ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ലക്ഷ്യം പൂർത്തീകരിച്ച ശേഷം തന്നെയാണ് ആ ആക്രമണത്തിൽ നിന്ന് പിന്മാറിയത്. ഇത് പറഞ്ഞത് ശശി തരൂരാണ്. അപ്പോൾ അവിടെയും അമേരിക്ക പരിഹാസ്യരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറും വിടുവായത്തം മാത്രമാണ് ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് രണ്ടാം തവണ വന്നതിന് ശേഷം ട്രംപ് പറഞ്ഞത്? പൊട്ടൻ തീരുമാനങ്ങൾ. റഷ്യയുമായുള്ള യുദ്ധം, ഉക്രൈൻ യുദ്ധം 3 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കും. താൻ അധികാരത്തിലെത്തിയ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചു വരുത്തി യാതൊരു ആതിഥ്യ മര്യാദയുമില്ലാതെ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിനോട് മോശമായി സംസാരിച്ചുകൊണ്ട് തന്റെ വസതിയിൽ നിന്ന്, ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ടാണ് ഇപ്പോൾ ഉക്രൈൻ പ്രേമം പറയുന്നത്. ഉക്രൈനിൽ 100 കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു എന്ന് ട്രംപ് പറയുന്നത്. അവിടെയും ട്രംപ് പരിഹാസ്യനായി. റഷ്യയുമായി ചങ്ങാത്തത്തിന് പോയി, റഷ്യയുമായി അടുത്ത ബന്ധമുണ്ടാകണമെന്ന് പറഞ്ഞു. പുടിൻ വന്നു, പുടിൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങില്ല എന്ന് പുടിൻ വ്യക്തമായി പറയുകയും ചെയ്തു. പിന്നീട് കാണിച്ചതോ ഇറാനുമായി ചങ്ങാത്തത്തിന് ശ്രമിച്ചു. ഇവിടെ ഒരു ഭാഗത്ത് ഇസ്രായേലിന് ആയുധം കൊടുത്തുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ പറയുന്ന ട്രംപ് തന്നെ മറ്റൊരു വഴിയിലൂടെ ഇസ്രായേലിനെ ചതിച്ചുകൊണ്ട് ഇറാനുമായി ഒരു പാലമിടാൻ ശ്രമിച്ചു. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ലെന്നും പ്രത്യേകിച്ച് പൊട്ടനായ ട്രംപുമായി ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ലെന്നും ഖമേനി തുറന്നടിച്ചു. അതോടെ ആ ശ്രമവും ഉപേക്ഷിച്ചു. പിന്നീട് എങ്ങനെ റഷ്യയെ സാമ്പത്തികമായി തകർക്കാമെന്ന ചിന്തയായി. ഇതിനിടയിലാണ് ഗാസ എന്ന ഭൂപ്രദേശത്തെ വിലയ്ക്ക് വാങ്ങാൻ പോകുന്നു എന്ന വലിയ വീപ്പടി ട്രംപ് നടത്തിയത്. തനിക്ക് വലിയ ഒരു താല്പര്യമുണ്ട്, അതിനൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കണം ഗാസയെ. ആ ഗാസയിലെ ഭൂപ്രദേശം മുഴുവൻ തന്റെ സ്വന്തമാക്കണം. ഗാസയിലുള്ള 20 ലക്ഷത്തോളം വരുന്ന ആ ജനങ്ങളെ മുഴുവൻ മറ്റേതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ താൻ വിലയ്ക്ക് വാങ്ങുന്ന ഏതെങ്കിലും രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും എന്നുള്ള പ്രഖ്യാപനം നടത്തി. ഇതൊന്നും ലോകത്ത് നടക്കുന്ന കാര്യമല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം വിടുവായത്തങ്ങൾ വിളമ്പുന്ന വെറും പൊട്ടനായി മാറുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ ട്രംപാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കനത്ത ചുങ്കം ഏർപ്പെടുത്തും. ഇന്ത്യയെ അങ്ങനെ സാമ്പത്തികമായി പാപ്പരാക്കും. ഇന്ത്യയെയും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളാക്കും.
അതിന് പിന്നാലെ റഷ്യൻ കടലിൽ 2 ആണവ കപ്പലുകൾ വരെ വിന്യസിച്ചിരിക്കുന്നു. ഈ ട്രംപ് അധികം വൈകാതെ അമേരിക്കയുടെ തലവര മാറ്റി വരയ്ക്കും. അമേരിക്കക്കാരെ ശവക്കുഴി തോണ്ടുന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് തന്നെ നാണക്കേടായി മാറുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന ഈ മനുഷ്യൻ.